ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. പിറ്റേന്ന് തന്നെ അർജുൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിറങ്ങി. അവിടുന്ന് അവൻ നേരെ പോയത് മാധവനെ കാണാനാണ്. മാധവിൽ നിന്നറിഞ്ഞ പല കാര്യങ്ങളും അവന് വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. എന്നാൽ ചിലതൊക്കെ മാധവ് അവനിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്തു. ശിവനും ഫാമിലിയും ഇപ്പോൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണെന്ന് കൂടെ അറിഞ്ഞ അർജുൻ അവിടേക്ക് പുറപ്പെടുമ്പോൾ മാധവും അവനോടൊപ്പം പോയി. ഉച്ചയോടടുപ്പിച്ചാണ് അവരവിടെ എത്തുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഇരുനില വീട്. കോളിമ്പലടിച്ച് പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു യുവതിയാണ് വന്ന് വാതിൽ തുറന്നത്. ആരാ? അവരൊരു സംശയത്തോടെ ചോദിച്ചു. ശിവദാസങ്ങള്. മാധവ് ചോദിക്കുമ്പോൾ അവരിൽ പെട്ടെന്നൊരു പതർച്ച നിറഞ്ഞു. അകത്തേക്ക് വരൂ. അർജുനും മാധവും അവരോടൊപ്പം അകത്തേക്ക് കയറുമ്പോൾ കണ്ടു ആളിൽ ആരോടോ സംസാരിച്ചിരിക്കുന്ന ശിവനെ. അർജുനെ കാണുമ്പോൾ ആ മുഖം ഒന്ന് വിളറി. എൻ്റെ സ്ത്രീ എവിടെ? അയാൾക്ക് മുന്നിൽ വന്നെന്ന് ദേഷ്യത്തിൽ അവൻ ചോദിക്കുമ്പോൾ ശിവൻ ഇരുന്നേർന്ന് മെല്ലെ എഴുന്നേറ്റു. വാ. അത്രയും പറഞ്ഞ അയാൾ മുന്നോട്ട് നടക്കുമ്പോൾ അവൻ അയാൾക്കൊപ്പം നടന്നു. ആള് കഴിഞ്ഞ് രണ്ടാമത് കാണുന്ന റൂമിന് മുന്നിലായി വന്നു നിൽക്കുമ്പോൾ തൻ്റെ ശ്വാസം എടുപ്പ് നന്നേ കൂടുന്നതായി അവന് തോന്നി. മോളകത്തുണ്ട്, പോയി സംസാരിക്കും. അത് കേൾക്കാൻ കാത്തു നിന്നത് പോലെ അർജുൻ വേഗത്തിൽ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ബെഡിൽ കാൽമുട്ടുകൾക്കിടയിൽ മുഖം പോയിട്ടിരിക്കുന്ന തൻ്റെ പെണ്ണിനെയാണ്. ശ്രീ. കാതങ്ങൾക്കപ്പുറം പോലുള്ള അവൻ്റെ ആ വിളിയിൽ ധരി ഞെട്ടലോടെ മുഖമുയർത്തി അവനെ നോക്കി. മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് ബെഡിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് അവൾ ആഞ്ഞവനെ പുണരുമ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു. അർജുൻ ഞെട്ടലോടെയും മാതിയോടെയും അവളെ ചേർത്ത് പിടിക്കാൻ കൈ ഉയർത്തും മുന്നേ ധനവനെ തള്ളി മാറ്റിക്കൊണ്ട് അവനിങ്ങ് അകന്ന് മാറി. നീ നീ എന്തിനാ ഇവിടേക്ക് വന്നത്? എനിക്ക് ആരെയും കാണണ്ട. ഇറങ്ങി പോകാൻ. എൻ്റെ മുന്നിൽ പോ. എനിക്ക് നിന്നെ കാണണ്ട. ഇഷ്ടല്ല എനിക്ക് നിന്നെ. വെറുപ്പാ എനിക്ക് നിന്നെ. പോകാൻ. അവനെ ശക്തമായി അടിച്ചുകൊണ്ട് ഒടുവിൽ പിടിച്ച് തള്ളുമ്പോൾ അർജുൻ വിറയിലോടെ നിന്നുപോയി. ചുറ്റുമെന്താ സംഭവിക്കുന്നത് പോലും അവൻ അറിയില്ലായിരുന്നു. കയ്യിൽ തടഞ്ഞതെല്ലാം അവളൊരു ഭ്രാന്തിയെ പോലെ വാരി എറിഞ്ഞുടക്കുമ്പോൾ അകത്തെ ആ ശബ്ദം കേട്ടാവണം ശിവനും മാധവും വേഗത്തിൽ അകത്തേക്ക് വന്നു. മോളെ. ശിവ അവൾക്ക് അരികിലേക്ക് പാഞ്ഞു വന്ന് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ധന അയാളുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. പോകാൻ പാറ അയാളുടെ. പോകാൻ പാറാച്ച. ഈ കാര്യം കാണണ്ട. എൻ്റെ അടുത്തേക്ക് ഇനി വരണ്ട. പോകാൻ പറയേ. ആ കരച്ചിലിൻ്റെ ഇടയിൽ അവൾ എന്തൊക്കെയോ പുറമ്പുന്നുണ്ടായിരുന്നു. അർജുൻ പ്ലീസ് നീ വാ, ഞാൻ പറയട്ടെ. അപ്പോഴും ആകെ മരവിപ്പോടെ തറഞ്ഞു നിൽക്കുന്ന അർജുനെ മാധവ് അല്പം ബലമായി തന്നെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. സോഫയിൽ തലക്ക് കൈ കൊടുത്തിരിക്കുന്ന അർജുനെയും കണ്ടുകൊണ്ടാണ് ശിവൻ അവിടേക്ക് വരുന്നത്. അർജുൻ. ഗൗരവത്തോടെയുള്ള അയാളുടെ ആ വിളിയിൽ അവൻ മുഖമൊന്ന് ഉയർത്തി നോക്കി. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നീ ഇനി ഒരിക്കലും എൻ്റെ മകളെ കാണാൻ വരരുത്. അവൾക്ക് നിന്നെ കാണുന്നത് പോലും ഇപ്പം ഇഷ്ടമല്ല. സോ പ്ലീസ് ഒഴിഞ്ഞു തന്നേ മതിയാകൂ നീ. അങ്കിൾ. അവിശ്വസനീതിയോടെ വിളിച്ചു പോയവൻ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ പ്ലീസ് ഒന്ന് പോയി തരാമോ? അവൻ നേരെ കൈകൂപ്പിക്കൊണ്ട് അയാൾ പറയുമ്പോൾ ഇനിയും ഒന്ന് കണ്ടു നിൽക്കാൻ കഴിയാത്തതുപോലെ മാധവ് അർജുനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആ ഒരു ദിവസത്തിന് ശേഷം അർജുൻ ആകെ സൈലന്റ് ആയിരുന്നു. പിന്നെയും ഒന്നിലധികം തവണ അവൻ തൻ്റെ സ്ത്രീയെ കാണാൻ അവിടേക്ക് പോയെങ്കിലും കഴിഞ്ഞതിലും മോശമായെന്ന് അവളുടെ പ്രതികരണം അവനെ പൂർണ്ണമായും അവഗണിക്കുന്നത് പോലെ. അതുപോലെ തന്നെ ശിവനും വളരെ കർക്കശത്തോടെയും അതീവ ദേഷ്യത്തോടെയും പെരുമാറുമ്പോൾ കാര്യം പോലും തിരിച്ചറിയാതെ ഉരുകുകയായിരുന്നു അവൻ. പിന്നീടുള്ള ഓരോ ദിവസവും അവൻ്റെ റൂമിൽ തന്നെ കഴിച്ചു കൂട്ടുമ്പോൾ ഒരു തുണിയായി മാധവും അവനൊപ്പം ഉണ്ടായിരുന്നു. ഒരു ദിവസം മാത്രമല്ല, ഓരോ നിമിഷവും കഴിയും തോറും ധനു ഒന്ന് ഓർമ്മ അവൻ്റെ നെഞ്ചിനെ കാന്നു തിന്നുമ്പോഴാണ് അവൻ മറ്റൊരു വാർത്ത അറിയുന്നത്. ധനുവും ഫാമിലിയും UK തിരികെ പോയി എന്നും അവളുടെ വിവാഹം ഉറപ്പിച്ചു. വിവരം അറിഞ്ഞ അർജുൻ ഓടിയെത്തുമ്പോൾ ധനു അവനൊന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. എല്ലാം തകർന്നവരെ പോലെയാണ് അവിടുന്ന് ഇറങ്ങിയത് അർജുൻ. മാധവിൻ്റെ ഉപദേശവും തൻ്റെ അമ്മയുടെ നിരന്തരമുള്ള കരച്ചിലും കണ്ട് അല്പം ബന്ധപ്പെട്ടാണെങ്കിലും അവൻ തൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള തൻ്റെ സ്വപ്നമായ ഫിലിം എന്ന ഫീൽഡ് അവൻ അരികിലെത്തുന്നത്. പിന്നെ അവൻ്റെ ജീവിതം തന്നെ അവൻ്റെ കരിയറായി മാറി. ധനു ഒന്ന് ഓർമ്മ പൂർണ്ണമായും മറവിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാം ധനുവിൽ നിന്ന് കേട്ടുകഴിഞ്ഞ മാളവിൽ വല്ലാത്തൊരു തരം നിർവികാരതയായിരുന്നു. ഒന്നും മിണ്ടാനോ പറയാനോ കഴിയാതെ അവൾ അതേ ഇരിപ്പ് തുടരുമ്പോൾ ധനു അവൾക്ക് അരികിലേക്ക് വന്ന് അവളുടെ തോളിലായി കൈയമർത്തുമ്പോൾ മാളവളെ മുഖമേറ്റ് നോക്കി. എന്തുകൊണ്ടാ പിന്നെ അങ്ങനെയൊക്കെ പെരുമാറിയത്? പെട്ടെന്ന് അജു നിങ്ങൾക്ക് എങ്ങനെ വെറുക്കപ്പെട്ടവനായി? അവളിൽ നിന്നും ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിച്ചതാണെങ്കിലും പെട്ടെന്ന് കേട്ടപ്പോൾ ധനു ഞെട്ടി. പിന്നെ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവൾക്കരികിൽ നിന്ന് എഴുന്നേറ്റു. ഒരു കാരണമല്ലാതെ
ഞാൻ എൻ്റെ അജുവിനെ വെറുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മാളവിക? എന്നെ പറയേ, എന്താ അതിന് കാരണം? എന്തുകൊണ്ടോ അത് അറിയേണ്ടത് തൻ്റെ ആവശ്യമാണെന്ന് മാളവിന് തോന്നി. ഐ ആം റേപ്പ് വിറ്റിംഗ്. അവളുടെ ആ വെളിപ്പെടുത്തലിൽ ഞെട്ടിലോടെ എഴുന്നേറ്റ് പോയി മാളു. തൻ്റെ കാതുകൾ അവൾക്ക് വിശ്വസിക്കാനായില്ല. എന്താ മാളവിക, വിശ്വാസം വരുന്നില്ലേ? എന്നാ ഞാൻ പറഞ്ഞത് സത്യമാണ്. ജ്യൂസ് കുടിച്ച് തളർച്ച ബാധിച്ച് എന്നെ വർഷം ഏതോ റൂമിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നടന്നത് എനിക്ക് ഓർക്കാൻ കൂടെ കഴിയാത്ത കാര്യങ്ങളാണ്. ശരീരം കൊണ്ട് ചീത്തയായി ഞാൻ എന്തിനാ ഇനി അജുവിന്? ആരുടെയോ വിഴപ്പ് ചുമക്കേണ്ടവനല്ല എൻ്റെ അജു. അവനെ ചതിക്കാൻ എനിക്ക് കഴിയില്ല. മനഃപൂർവ്വം തന്നെയാ ഞാൻ പിന്നെ അങ്ങോട്ട് അവനെ അകറ്റിയത്. ഞാൻ അവന് ചേരില്ലെന്ന് എനിക്കറിയാം. മാളവികയിൽ നിന്ന് ഈ കാര്യം അർജുനോ മറ്റാരോ ഒരിക്കലും അറിയരുത്. എനിക്കിവിടെ ചെയ്തു തീർക്കാൻ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിനിടയിൽ ഒരിക്കലും ഞാൻ നിന്റെയോ അർജുൻ്റെയോ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ഇടർച്ചയോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് പായുമ്പോൾ തളർച്ചയോടെ ബെഡിലേക്ക് ഇരുന്ന് പോയി മാളു. അന്നത്തെ ദിവസം എന്തുകൊണ്ടോ മാളുവിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. പലവിധ ചിന്തകൾ ഉള്ളിലിരുന്ന് അലട്ടുമ്പോൾ മുന്നിൽ തെളിഞ്ഞത് അജു ധനുശ്രീ ബന്ധമാണ്. കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് അവൾ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. 5 മണിയായതും അവൾ എഴുന്നേറ്റൊന്ന് കുളിച്ചിറങ്ങി. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലെങ്കിലും റൂമിലിരുന്ന് മടുപ്പായതും പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അകത്തേക്ക് വന്ന അജുവുമായി അവൾ കൂട്ടിയിടിച്ചു. പിന്നിലേക്ക് മറിയും മുന്നേ അവൾ തന്നെ ചുമരിൽ പിടിച്ചു നിന്നു. മുന്നിൽ നിൽക്കുന്ന അജുവിനെ കണ്ട് പലതരം ഭാവങ്ങൾ അവളിലൂടെ മിന്നിമായുമ്പോൾ അജുൻ അവളെ നോക്കിക്കൊണ്ട് മറികടന്ന് റൂമിലേക്ക് കയറി. അവൻ്റെ ആ പ്രവൃത്തിയിൽ തന്നിലൊരു ചെറു നോവ് പടരുന്നത് മാളു അറിയുന്നുണ്ടായിരുന്നു. താൻ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? അയാൾ തന്നോട് എന്തെങ്കിലും ചോദിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചുവോ? എന്താ മാളു ഇങ്ങനെ? അയാൾ സംസാരിച്ചില്ലെങ്കിലും നിനക്കെന്താ? സ്വയം തലക്കെട്ടൊന്ന് കൊട്ടിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും ഏയ് ക്രീപ്പർ! അജുവിൻ്റെ ആ പിൻവിളിയിൽ പിടിച്ചു കിട്ടിയതുപോലെ നിന്നുപോയി അവൾ. അതിവേഗത്തിലൊന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്തു. എന്താ? അല്പം ജാടയിട്ട് തന്നെ അവൾ ചോദിച്ചു. താങ്ക് യു. തൻ്റെ ട്രേഡ് മാർക്കായ ഇരു കൈയും പോക്കറ്റിലിട്ട് കാല് കുറുകെ വെച്ച് ടേബിളിൽ ചാരി നിന്നാണ് അവനത് പറഞ്ഞത്. ഒരു നിമിഷം മാളവനെ നോക്കി നിൽക്കാതിരുന്നില്ല. എന്തിന്? അല്ല, ഞാൻ കരുതി വണ്ടേ ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോൾ തന്നെ നീ എൻ്റെ റൂം തലമേൽ മറിച്ച് കാണുന്നു. ഭാഗ്യം, എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അതിനായി താങ്ക് യു. നേരിയൊരു ചിരിയോടെയാണ് അജുത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ചിരിയും വാക്കുകളും കേട്ട് തരിച്ചു വന്നുവെങ്കിലും മാളത് തൻ്റെ ഉള്ളിലൊന്ന് ഒതുക്കി. ശേഷം തിരിഞ്ഞു നടന്നു. ഏയ് ക്രീപ്പർ, ഇങ്ങനെ പോകാതെ എന്തെങ്കിലും പറയുന്നേ. തൻ്റെ ആ കലവിലെ സംസാരം മിസ് ചെയ്ത് ഞാൻ എസ്റ്റർഡേ. മാളൊരു വേള അറിയാതെ തന്നെ നിന്നുപോയി. കണ്ണും പിടിച്ച് അവനെ നോക്കുമ്പോൾ ആ ചുവടികളിൽ ഒരു പുഞ്ചിരി പോലും ഇല്ല. തന്നെ അവൻ കളിയാക്കിയാണെന്ന് മനസ്സിലായതും അവൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് പോയി. മിസ്റ്റർ അർജുൻ വസിഷ്ഠന് ഫണ്ട് പറഞ്ഞ് എൻജോയ് ചെയ്യാനുള്ള ടോയ് അല്ല ഈ മാളവിക. സോ നൺ ഓഫ് യുവർ ബിസിനസ്. അല്പം കടുപ്പിച്ച് തന്നെയാണ് അവളത് പറഞ്ഞത്. കണ്ണിലൊട്ടും ലാഞ്ചനയില്ലാതെ അവൾ തിരിഞ്ഞതും കാലും മടങ്ങി ഒന്ന് സ്ലിപ്പായി പോയി. നിലത്തേക്ക് വീഴും മുന്നേ അർജുൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചിരുന്നു. അവനെ നെഞ്ചിലായി വന്ന് സ്ഥാനം പിടിക്കുമ്പോൾ അവളിലൂടെ ഒരു വിറയിൽ പാഞ്ഞു. നാവ് കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് വേണം മുന്നേറാൻ. ഇല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരുടെ സഹായം വേണ്ടി ഒരു ജീവിച്ചു പോകാൻ. അവളുടെ ഇരു കൈമുട്ടിന് മുകളിൽ പിടിച്ച് അമർത്തുന്നതിനൊപ്പം അല്പം ദേഷ്യം കൂടെ കലർന്നിരുന്നു അവൻ്റെ വാക്കുകളിൽ. ഒരു വേള അതെന്തിനാന്നും ഒരു മനസ്സിലാകാതെ നിന്നുപോയി മാളു. അവളെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് അവൻ അവിടുന്ന് പോകുമ്പോൾ മാളു നേരിയ സങ്കടത്തോടെ നിന്നുപോയി. മുകളിൽ നിന്ന് മാളു താഴേക്ക് വരുമ്പോൾ ഹാളിലെ സോഫയിലിരിക്കുന്ന റാമിനെ ചെവി തിന്നുകയാണ് വർഷ. അയാളുടെ അടുത്തിരുന്ന് കാര്യമായി എന്തൊക്കെ പറയുമ്പോൾ അയാൾ അതിനകത്ത് തിരികെയും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മാലവിൻ്റെ കണ്ണുകൾ തിരിഞ്ഞത് രാഗിണിയായിരുന്നു. അവരവിടെ ഒന്നും കാണാതെയായതും അവർ കിച്ചണിൽ ഉണ്ടാവുന്ന ഊഹത്തിൽ അവൾ കണ്ണുകളാൽ കിച്ചണൊന്ന് തപ്പി. എക്സ്ക്യൂസ് മീ മാഡം, ആരാ ഈ നോക്കുന്നത്? വർഷയുടെ തൊട്ടടുത്ത് നിന്നുള്ള ശബ്ദമാണ് മാളവിനെ അങ്ങോട്ടേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്താടി ചോദിച്ചത് കേട്ടില്ലേ? ആരാ ഈ നോക്കുന്നതെന്ന്? ഞാൻ ആരെ നോക്കിയാലും നിനക്കെന്താടി? അടിക്ക് തിരിച്ചടി എന്ന രൂപേണ എടുത്തടിച്ചതുപോലുള്ള മാളുവിൻ്റെ ആ മറുപടിയിൽ വർഷയൊന്ന് പതറിപ്പോയി. അതെ വർഷമോളെ, നീ ഇവിടുത്തെ ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അല്ല, എനിക്കതേക്കുറിച്ച് അറിയുകയും വേണ്ട. നീ ആരായാലും ഈ മാളവിക പുല്ല. ഞാനിവിടുത്തെ മരുമകളാണ്. അതായത് ഇവിടുത്തെ മൂത്ത മകൻ അർജുൻ വസിഷ്ഠൻ്റെ ഭാര്യ. ആ എന്നെ ഭരിക്കാൻ വലിച്ചു കയറി വന്ന നീ വരണ്ട, മനസ്സിലായോടി? ഒട്ടും മയമില്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു മാളത് പറഞ്ഞത്. എന്നാൽ വർഷക്ക് പറയാൻ മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നാവ് വിലങ്ങിയതുപോലെയായിരുന്നു അവളുടെ അവസ്ഥ. കിട്ടേണ്ടത് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ പോയിക്കോട്ടെ വർഷ മേഡം.
വർഷയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മാള് സ്ലോ മോഷനിൽ നടന്നു പോകുമ്പോൾ വർഷ അവളെ പകയോടെ നോക്കി നിന്നു. ധനുശ്രീ എന്ന അജുവിൻ്റെ പ്രണയത്തെ ഞാൻ വെട്ടിമാറ്റി. പിന്നെയാ നീ എന്നൊരു പീറ പെണ്ണ്. നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് അറിയാടി. അത് നീ കണ്ടു തന്നെ അറിഞ്ഞോ? വർഷയുടെ കുതന്ത്രങ്ങൾ സ്വയം ഉണ്ടിരിക്കുകയായിരുന്നു ആ നിമിഷം. മാള് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് പൂൾ സൈഡിലിരിക്കുന്ന മാധവനെ കാണുന്നത്. അവളൊന്ന് ആലോചിച്ചുകൊണ്ട് മെല്ലെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ്റെ അടുത്ത് എത്തിയിട്ടും അവൻ നോക്കുന്നില്ലെന്ന് കാണുന്നു. മാളൊന്ന് ശബ്ദമുണ്ടാക്കി നോക്കി. എന്തോ ഓർമ്മയിലിരുന്ന മാധവൻ ജെറ്റിലൂടെ നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന മാളവിനെ കണ്ട് അവനൊന്ന് ചിരിച്ചു. എന്താ മാളവിക, എന്തോ ചോദിക്കാനുള്ള പോലെ? അവളുടെ മുഖം കണ്ട് അവൻ അതാണ് ചോദിക്കാൻ തോന്നിയത്. അത് പിന്നെ എനിക്ക്. അവളെന്തോ പറഞ്ഞു തുടങ്ങിയതും അർജുൻ അവിടേക്ക് വന്നതും ഒന്നിച്ചായിരുന്നു. അവനെ കണ്ട് മാളു പെട്ടെന്ന് പറഞ്ഞു വന്നത് നിർത്തി. വൈ മാധവ്? അർജുൻ്റെ ആ ചോദ്യത്തിന് മാധവ് നോക്കിയത് മാളവിനെയാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. എൻ്റെ അച്ഛന് വയ്യാതെ ഹോസ്പിറ്റലാണ്. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം നിടറിപ്പോയി. നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവനിൽ നിന്ന് മറക്കാനെന്നോണം അവൾ മുഖം താഴ്ത്തുമ്പോൾ മാധവൻ അവളോട് വല്ലാത്ത അനുകമ്പ തോന്നി. ഒരേ കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല മാളവിക. ഇവിടെ നീ എങ്ങോട്ടും പോകില്ല. എങ്ങോട്ടും. ഇത് അർജുൻ്റെ ഡിസിഷനാണ്. ഉയർന്നതായിരുന്നു അവൻ്റെ ശബ്ദം. മാളൊന്ന് ഞെട്ടുന്നതിനൊപ്പം സങ്കടം കൊണ്ട് വിങ്ങിയവൾ. ഒരു വാക്ക് പോലും പറയാതെ അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ കണ്ണീർക്ക് അവളിലൂടെ ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. നീ എന്തിനാ അർജുൻ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല അവൾക്ക്. നീ ഇതിൽ ഇടപെടണ്ട. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അവനെ ഒന്ന് കല്ലിപ്പിച്ച് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അർജുൻ സോഫയിൽ ഇരിക്കുമ്പോൾ മാധവൻ നിശ്വസിച്ചുകൊണ്ട് അവൻ്റെ അടുത്തായിരുന്നു. തനിക്കായി തന്നിട്ടുള്ള റൂമിലിരുന്ന് തൻ്റെ ഉദരത്തിൽ കയ്യമ്പത്തി വയലിലേക്ക് നോക്കി സംസാരിക്കുകയാണ് ദക്ഷ. ഓരോന്നൊക്കെ പറയുന്നതിനൊപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട്. തൻ്റെ തോളിലായി ഒരു കയ്യാൻ മറന്നപ്പോഴാണ് അവൾ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കിയത്. മുന്നിൽ നിൽക്കുന്ന ആരവിനെ കണ്ട് അവളുടെ മിഴികൾ നിറഞ്ഞുപോയി. ആരവ് വിളിച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ പകുതിയിൽ നിർത്തിപ്പോയവൾ. എന്തോ ഓർത്ത പോലെ മുഖം താഴ്ത്തി നിൽക്കുമ്പോൾ ആരവും എല്ലാം അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് വലിച്ചു. ദക്ഷ അവൻ്റെ നെഞ്ചിലായി വന്നമർന്ന് നിൽക്കുമ്പോഴും മുഖമുയർത്തി നോക്കാൻ കൂട്ടാക്കിയില്ല അവൾ. ദക്ഷ മെല്ലെയുള്ള അവൻ്റെ ആ വിളി നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. എന്നോട് പൊറുക്കടോ. വിറച്ചുപോയി ദക്ഷ. ഞെട്ടലോടെ മുഖമുയർത്തി നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളൊന്നും നിറഞ്ഞിരുന്നു. നിമിഷ നേരം കൊണ്ട് ആ നെഞ്ചിലേക്ക് വീഴുമ്പോൾ ആരവിൻ്റെ കൈകൾ അവൾ അമർത്തി പുണർന്നിരുന്നു. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങളെ സ്നേഹിച്ചു പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതോ നിങ്ങളെ വിശ്വസിച്ച് എന്നെ തന്നെ നിങ്ങൾക്ക് തന്നതാണോ? അതും അല്ലെങ്കിൽ മടുപ്പായോ? ബാക്കി പറയുമ്പോൾ ആരവ് അവളുടെ തൻ്റെ കയ്യാൽ പോത്തി പിടിച്ചു. ഇങ്ങനെയൊന്നും പറയില്ലടോ. എന്നെ നിസ്സഹായത കൊണ്ടാണ് ഞാൻ തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എൻ്റെ ഓരോ പ്രവൃത്തികളും തന്നെ നോവിക്കുന്നത് എനിക്കറിയാം. പക്ഷേ തന്നോടൊപ്പം നല്ലൊരു ജീവിതം എന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ലടോ. അവൻ്റെ വാക്കുകൾ അവൾക്ക് വല്ലാത്ത അരോചകമായാണ് തോന്നിയത്. അവനിൽ നിന്നും എല്ലാകന്ന് മാറുമ്പോൾ ആരവ് അവളെ നോക്കി. അപ്പോൾ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണ് അരവേട്ട? ഇടർച്ചയോടെ ചോദിച്ചു അവൾ. അവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ ആരവിൻ്റെ മുഖം താഴ്ന്നു. വർഷേച്ചില്ലല്ലേ ഇവിടെ? ദക്ഷ തൻ്റെ സംശയം മാത്രമാണ് ചോദിച്ചത്. എന്നാൽ ആരവിൻ്റെ മറുപടി ഇല്ലാതെയുള്ള നിൽപ്പ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് അതിനുള്ള മറുപടി കിട്ടി. എന്തിനാ എങ്ങനെ ഒരു കോമാളി വേഷം കെട്ടി സ്വയം വെറുപ്പ് വാങ്ങി വെക്കുന്നത്? എൻ്റെ മുന്നിൽ നിന്ന് പോകാവോ? കരഞ്ഞു പോയി ദക്ഷ. പിന്നെ അവിടെ നിൽക്കാൻ അവളോട് സംസാരിക്കാൻ അവന് കഴിഞ്ഞില്ല. ഇടർന്ന കാലുകളോട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറകെ വന്ന ദക്ഷ ആ വാതിൽ കൊട്ടിയടച്ചു. ഒരു വേള ആരവ് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ മറു സൈഡിൽ ഒരു ഡോറിൽ ചായയെന്ന് പൊട്ടിക്കരയുകയാണ് ദക്ഷ. ചെയ്യാത്ത തെറ്റിന് വേദനിക്കുന്ന ഇരു ഹൃദയങ്ങൾ. രാവിലെ താഴേക്ക് പോയതിനു ശേഷം മാളു പിന്നെ റൂമിൽ തന്നെ അടഞ്ഞു കൂടിയിരുന്നു. പുറത്തേക്ക് ഇറങ്ങാതെ ആരോടൊന്നും മിണ്ടാതെ അവൾക്ക് സ്വയം വല്ലാത്ത വീർപ്പുമുട്ടിൽ തോന്നി. അച്ഛൻ്റെയും അമ്മയുടെയും എന്തിനേറെ വെള്ളാറങ്ങുകാരുടെ മുഴുവൻ വേഴാമ്പലായിരുന്ന താൻ ഇന്ന് കൂട്ടിലടക്കപ്പെട്ടൊരു കിളിക്ക് സമം. ഓരോന്നൊക്കെ ഓർക്കുമ്പോൾ തൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നതായി തോന്നി അവൾക്ക്. അവയെ അവരുടെ വഴിക്ക് വിട്ടുകൊണ്ട് കാൽമുട്ടുകളിൽ ഇരു കയ്യും വെച്ച് അതിന് മുകളിൽ മുഖം വെച്ച് കിടക്കുമ്പോഴാണ് തൊട്ടരികിലായി ആരോ നിൽക്കുമ്പോൾ അവൾക്ക് തോന്നിയത്. മുഖം ചരിച്ച് നോക്കുമ്പോൾ രാവിലെ മുതൽ താൻ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം. സങ്കടം വരുമ്പോൾ കരയുന്നത് ഒരു പതിവാക്കണ്ട. പിന്നെ ആ ശീലം മാറ്റാൻ നമ്മളെ കൊണ്ട് പോലും കഴിഞ്ഞെന്ന് വരില്ല. ഉള്ളിലെ വിങ്ങലും അവരുടെ വാക്കുകൾ കൂടി ആയതും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒന്ന് തേങ്ങിക്കൊണ്ട് അവൾ അവരുടെ വയറിൽ വട്ടം പിടിച്ച് മുഖമോർത്തി കരയുമ്പോൾ ഒന്ന് വിറങ്ങലിച്ച് പോയി രാഖി. നിനക്കാരുമില്ല, ഞാൻ ആർക്കും വേണ്ട. അവ്യക്തമായി അവളിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ വാക്ക് കേട്ട് അവർ മെല്ലെ അവളുടെ പുറത്ത് താലോടി കൊടുത്തു.
വല്ലാത്ത വാത്സല്യം അവരിൽ വന്ന് നിറയുമ്പോൾ ഒരു പുഞ്ചിരി ആ ചുണ്ടുകളിൽ സ്ഥാനം പിടിച്ചു. നമ്മൾ ആരെയും ആശ്രയിച്ച് കഴിയരുത് കുട്ടി, നിരാശയാകും ഫലം. എന്നാലേ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്ക്, നമ്മുടെ കാര്യങ്ങളിൽ മാത്രം സന്തോഷം കണ്ടെത്ത്. അവിടെ തുടങ്ങും നമ്മുടെ വിജയം. തോൽപ്പിക്കാനും താഴ്ത്തി കെട്ടാനും അടിച്ചമർത്താനും 100 പേര് കാണും. അതൊന്നും നിന്നെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്ന് നീ സ്വയം ചിന്തിച്ച് തുടങ്ങുന്നോ, അന്നാകും നിന്റെ വിജയങ്ങളുടെ തുടക്കം. അവളെ തന്നിൽ നിന്ന് അകറ്റി മാറ്റി ഓരോന്നായി അവൾക്ക് ചൊല്ലിക്കൊടുക്കുമ്പോൾ മാൾ അവരിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ നോക്കിയിരുന്നു. ഞാനിതൊന്നും നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമല്ല, കാരണം അത്രയും പക്വത ഉണ്ട് നിന്നിൽ. ഇവിടെ നിനക്ക് ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതൊക്കെ തരണം ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയണം. അതിൻ്റെ ആദ്യ തുടക്കമാകും ചിലപ്പോൾ ഇന്ന്. അത് കേൾക്കവർ സംശയത്തോടെ അവരെ നോക്കി.